യു കമ്മ്യൂണിക്കേറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് യു വിൽ റിമെയിൻ ഓൾവേസ് ഹാപ്പി. അതാണ് NLP പഠിപ്പിക്കുന്നത്. അതാണ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. പ്രോഗ്രാമിംഗ് കഴിഞ്ഞ ചിന്തകൾ ഉണ്ടാക്കാന്നുള്ളതാണ്. ക്രിയേറ്റ് എ ന്യൂ തോട്ട്. ഇപ്പോൾ ഉള്ള ചിന്ത വെച്ചിട്ട് ഐ ആം അൺഹാപ്പി, ഈ ഒരു ചിന്ത ഉണ്ടാക്കുക. സോ ദാറ്റ് യു വിൽ ബിക്കം ഹാപ്പി. സിമ്പിളാണ്. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അവരുടെ ഉള്ളിൽ കിടക്കുന്ന ചിന്ത അവർക്ക് അൺഹാപ്പിനെസ് ആണ് ഇപ്പം നൽകിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ അമ്മായിമ്മ ശരിയല്ല എന്നുള്ള ഒരു ഇറാഷണൽ തോട്ടോടെ കിടക്കാണ്. എൻ്റെ അമ്മായിമ്മ ശരിയാണ്, തീർന്നു. ആ ചിന്ത വന്നാൽ മതി. ചിന്ത വന്ന ചിന്തയ്ക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കും, ഇല്ലേ? തോട്ട്സ് ആർ തിങ്സ്. ചിന്തകൾ തിങ്ങായിട്ട് മാറും, സാധനങ്ങളായിട്ട് മാറും. പുറമേ കാണുന്നത് എല്ലാം സാധനങ്ങളാണ്, അല്ലേ? കാണുന്ന എല്ലാ സാധനങ്ങളല്ലേ? 5 സെൻസറി കൊണ്ട് നമ്മൾ സെൻസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളാണ്, എല്ലാം മെറ്റീരിയൽസാണ്. അപ്പൊ മെറ്റീരിയൽസിനെ എല്ലാം നമുക്ക് സന്തോഷപ്രദമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും, സെൻസ് ചെയ്യാൻ പറ്റും, സ്വീകരിക്കാൻ പറ്റും, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അവരുടെ ഒപ്പം നമ്മൾ കോ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഇവിടെയുള്ള എല്ലാ സസ്യങ്ങളായിട്ടും ജന്തുക്കളായിട്ടും മനുഷ്യരുമായിട്ടും കോ എക്സിസ്റ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ NLPയിൽ നിന്നാണ് വന്നത്. എവിടെയാ NLP കിടക്കുന്നത്? ചേഞ്ച് യുവർ തോട്ട് ഇൻ സച്ച് എ വേ ദാറ്റ് യു വിൽ ബിക്കം ഹാപ്പി. അത്രയേ ഉള്ളൂ. അതല്ലേ ചെയ്യുന്നത് നമ്മളെപ്പോഴും. അത് ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബിഹേവിയറിൽ മാറ്റം വരുന്നു. ഈ ബിഹേവിയറിൽ മാറ്റം വരുന്നതൊക്കെ അതിന്റെ വേറൊരു ഭാഗമാണ്. ശരിക്കും നടക്കുന്ന തോട്ട് ചേഞ്ചിങ് ആണ്. എന്താണ് തോട്ട്? നിങ്ങളൊരു പാമ്പിനെ കണ്ടു കഴിയുമ്പം നമ്മൾ പഠിച്ചിരിക്കുന്ന ആ സെൻസുകൾ മാത്രം ഉള്ളോട്ട് ലോകം കയറുന്നുണ്ട്. അതിനോടൊപ്പം ഒരു ലാംഗ്വേജും കൂടെ കയറുന്നുണ്ട്. അതാരും NLP പഠിപ്പിക്കുന്നില്ല. പാമ്പിനെ കണ്ടു കഴിയുമ്പം ഈ പാമ്പ് കയറുന്നതോടൊപ്പം ഒരു ലാംഗ്വേജും കൂടെ കയറും. അതവിടെ ഒരിടത്തും ആ കമ്മ്യൂണിക്കേഷൻ മോഡിൽ പറഞ്ഞിട്ടില്ല. പാമ്പ് കടിക്കും എന്നൊരു ലാംഗ്വേജ് കേട്ടി. ഇല്ലെങ്കിൽ ഇവൻ കുഴപ്പമില്ലല്ലോ, കുട്ടപ്പനാണല്ലോ, മിടുക്കനാണല്ലോ, സൗന്ദര്യമുള്ളവനാണല്ലോ എന്നൊരു ലാംഗ്വേജ് കയറി, ഇല്ലേ? ഈ ലാംഗ്വേജ് ആ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇതാണ് തോട്ട് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ സെൻസ് ചെയ്യുമ്പം 5 സെൻസറി ഓർഗൻ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ സെൻസ് ചെയ്യുന്നത്. ആ സെൻസ് ചെയ്യുമ്പം ഒരു ലാംഗ്വേജ് ഈസ് ക്രിയേറ്റഡ്. സോ ലാംഗ്വേജ് ആണ് നിങ്ങളുടെ എൻ്റെ പ്രശ്നം. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പം തരക്കേടില്ലല്ലോ, ഇറ്റ് ഈസ് ടേസ്റ്റി എന്നൊരു ലാംഗ്വേജ് വന്നു, അതാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇല്ലെങ്കിൽ ഇത് ശരിയല്ലല്ലോ, ടേസ്റ്റ് ഇല്ലല്ലോ എന്ന് പറയും. അതാണ് പീപ്പിൾ ആർ സീയിങ് ഡിഫറെൻ്റ്ലി എന്ന് പറയുന്നത്, ഈ ലാംഗ്വേജ്. നിങ്ങളൊരു ലാംഗ്വേജ് ഉണ്ടാക്കിയില്ലെങ്കിൽ എല്ലാവർക്കും കിട്ടുന്ന ഒരേ റിസൾട്ടായിരിക്കും. തൃശ്ശൂർ പൂരം 10 പേര് കൂടി പോയി കാണുന്നു. ആരും ഒരു ലാംഗ്വേജ് ഉണ്ടാക്കിയിട്ട് നോക്കി അങ്ങോട്ടാ പൊട്ടിയും എവിട്ടാ പൊട്ടി കണ്ടു കേട്ടു ഇങ്ങോട്ട് പോകുന്നു. ഇത്രയേ ഉള്ളൂ. ഒന്നുമില്ല, ഒരു വ്യത്യാസമില്ല. അപ്പൊ ഇത് പൊട്ടിക്കൊണ്ടിരിക്കുമ്പം ചില പറയും, ഓ ഇത് കഴിഞ്ഞ കൊല്ലം പൊട്ടിയെടുത്തോളൊന്നും ഇല്ല കേട്ടോ. സ്വന്തം മനസ്സിൽ പറയും. ചില പറയും, ഓ ഇതെന്തൊരു പൊട്ടലാ, ഹൃദയം പൊട്ടിപ്പോകുമല്ലോ എന്ന് പറയും. ഇങ്ങനെ ഓരോ കമന്റ് പാസ്സാക്കുന്നതാണ് പ്രശ്നങ്ങൾ മുഴുവൻ. ഒരു കമന്റ് ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഒരു പ്രശ്നം ആർക്കും ഇല്ല, ഇല്ലേ? അപ്പൻ നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചർമാർ നിങ്ങളോട് എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ തിരിച്ച് മനസ്സിന്റെ ഉള്ളിൽ ചില പൊറുപൊറുക്കൽ പൊറുക്കല്ലേ, അതാണ് പ്രശ്നം. പിന്നെ അപ്പൻ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു, ഇത് ആർക്കും അറിയാൻ പോകാത്തൊരു കാര്യമല്ല പറയാൻ പോകും, തീർന്നു. അപ്പൊ അപ്പനെതിരായിട്ട് ചിന്തകൾ വന്നു. ഇറ്റ്സ് എ തോട്ട്. അപ്പം പറയുന്നത് കേട്ടാ പോലെ, വൈ ആർ യു ക്രിയേറ്റിംഗ് യുവർ ഓൺ തോട്ട്സ് ദെയർ? അപ്പൊ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിംഗ് തോട്ട്സ്. തോട്ട് ക്രിയേറ്റ് ചെയ്യാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചാൽ മതി, വേറൊരു പ്രശ്നമില്ല. അതാണ് ലൈഫ് എന്ന് പറയുന്നത്.